മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്നുള്ള ചാപ്റ്റർ ആണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്നുള്ള ചാപ്റ്ററിലെ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കമ്പാരിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്നുള്ള ഭാഗമാണ് നമുക്ക് ആദ്യം എടുക്കാനുള്ളത് അല്ലെ. അപ്പൊ അത് നമുക്ക് അതിലെ കണക്കുകൾ ചെയ്യാം. ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആണ്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കണക്ക് ഞാൻ ബോർഡിന്റെ മുകളിൽ എഴുതാം, എന്നിട്ട് ചെയ്യാം കേട്ടോ. ശ്രദ്ധിക്കുക കേട്ടോ. അതൊക്കെ നമുക്ക് ചെയ്യാം, മനസ്സിലാക്കിയിട്ട് പതുക്കെ ചെയ്യാം. You are given, ഞാൻ പറഞ്ഞിട്ട് എഴുതാം. You are given the balance sheet of a company. The balance sheet of a company. Balance sheet of a company for 2 years. For 2 years. Balance sheet of a company for 2 years. ആദ്യം നമുക്ക് തരിക liabilities 2015 2016. ഇനി assets 2015 2016 കേട്ടോ. നമുക്ക് ബാലൻസ് ഷീറ്റ് 2 വർഷത്തെ തന്നിട്ടുണ്ട്, 2015 16. ലാബിലിറ്റീസ് 2015 16, അസറ്റ്സ് 2015 16, അങ്ങനെയാണ് തന്നിരിക്കുന്നത്. ആദ്യം ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അത് എഴുതുക, മുഴുവൻ എഴുതുക. സ്ഥലപരിമിതി മൂലം ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളൂ, ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളൂ കേട്ടോ. 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ തന്നിരിക്കുന്നത് 100. ആദ്യത്തേൽ 100, രണ്ടാമത്തെ വർഷവും 100 ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വൺ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. അത് തന്നിരിക്കുന്നത് 300, പിന്നെ 330. പിന്നെ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് 150, 175. നെക്സ്റ്റ് 150യും 175ഉമാണ് റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. പിന്നെ അടുത്ത സെക്യൂർഡ് ലോൺ. നെക്സ്റ്റ് സെക്യൂർഡ് ലോണില് 8% ഡിബെഞ്ചേഴ്സ്. 8% ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫുൾ എഴുതുക കേട്ടോ. നിങ്ങൾ ഫുൾ എഴുതുക, ഞാനിവിടെ ഷോർട്ടായിട്ട് എഴുതുന്നുള്ളൂ. 8% ഡിബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് 200, 150. 200 പിന്നെ 150 ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ കറന്റ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 180, 198. 180 തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് 198. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇനി ഈ സൈഡിൽ എഴുതാം, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് രണ്ടിലും 2 ആണ് തന്നിരിക്കുന്നത് കേട്ടോ. 2 വർഷത്തും 2 ആണ് തന്നിരിക്കുന്നത്. പിന്നെ ടാക്സ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് 60, 48. 60 തന്നിട്ടുണ്ട്, പിന്നെ 48 ആണ് തന്നിരിക്കുന്നത്. ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് 118, 62. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 1110ഉം മറ്റേതില് 165ഉമാണ് തന്നിരിക്കുന്നത്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു, എഴുതി എല്ലാവരും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് അസറ്റ് സൈഡിലാണ് പറയുന്നത്. അസറ്റ് സൈഡിൽ ആദ്യം ഫിക്സഡ് അസറ്റ് ആണ് പറയുന്നത്. പ്രിമിസസ് അതിൽ എഴുതിയിട്ട് ലെസ് ഡിപ്രീസിയേഷൻ കഴിച്ചിട്ടുള്ള എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. പ്രിമിസസ് ലെസ് ഡിപ്രീസിയേഷൻ. പ്രിമൈസസ് എന്ന് പറഞ്ഞിട്ട് ലെസ് ഡിപ്രീസിയേഷൻ 300, 285. പ്രിമൈസസ് 300, 285. നെക്സ്റ്റ് വൺ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 200,
250. 200ഉം 250യുമാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് 75 പിന്നെ 60 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. 75, 60 ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ്. നെക്സ്റ്റ് വൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് 150, 120. നെക്സ്റ്റ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് സ്റ്റോക്ക്. കറണ്ട് അസറ്റില് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 200. പിന്നെ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് 160, 120. നെക്സ്റ്റ് ക്യാഷ് എന്ന് പറഞ്ഞ് 25, 30. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 1110ഉം 1065ഉമാണ് തന്നിരിക്കുന്നത്. ഇനി ഇതില് പ്രിപ്പയർ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. നമുക്കറിയാം പ്രിപ്പയർ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. ഇത്രയാണ് നമ്മുടെ കണക്ക് ചെയ്യാനുള്ളത് കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് യു ആർ ഗിവൺ ദി ബാലൻസ് ഷീറ്റ് ഓഫ് എ കമ്പനി ഫോർ 2 years. 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 2015ലെയും 16ലെയുമാണ് തന്നിരിക്കുന്നത്. ലാബിലിറ്റീസ് 2015-16, അസറ്റ്സ് 2015-16 അല്ലെ. ആദ്യം ഒന്നുകൂടി വായിക്കാം. നിങ്ങൾക്ക് കണ്ടിട്ട് കാണുന്നില്ല വെച്ചിട്ടാണ്. 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ രണ്ടിലും സെയിം ആണ് 100. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 300, 330. റിസർവ് ആൻഡ് സർപ്ലസ് വന്നത് 150, 175. 8% ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 200, 150. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 180, 198. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 22. ടാക്സ് പേയബിൾ 60, 48. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 180, 62. ഇത്രയാണ് വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ഇവിടെ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതി വെക്കാം കേട്ടോ. നമുക്ക് എന്ത് എഴുതണം എന്ന് വെച്ചെങ്കിൽ ഇൻ ലാക്സ് ഓഫ് റുപ്പീസ് എന്നാണ് കേട്ടോ. ഇനി ഒമിറ്റ് ചെയ്തിട്ട് 0 ഒമിറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇൻ ലാക്സ് ഓഫ് റുപ്പീസ് എന്ന് എഴുതാം. 0 ഒമിറ്റ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. പിന്നെ പ്രിമൈസസ് 300, 285. പ്ലാന്റ് ആൻഡ് മെഷീനറി 200, 250. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ് 75, 60. ഇൻവെസ്റ്റ്മെന്റ് 150, 120. സ്റ്റോക്ക് 200, 200. ഡെപ്റ്റേഴ്സ് 160, 120. ക്യാഷ് 25, 30. പ്രിപ്പയർ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കണക്കിന്റെ അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കണക്ക് ചെയ്യാം അല്ലെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാം കേട്ടോ. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ അതിന്റെ കോളംസ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ പർട്ടിക്കുലേഴ്സ് നമുക്ക് അറിയാവുന്നതാണ്. പർട്ടിക്കുലേഴ്സ് പിന്നെ പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ അല്ലെ, ചേഞ്ചസ്, പെർസെൻറ്റേജ്. ഇത്രയാണ് ഉള്ളത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യം നമ്മുടെ പർട്ടിക്കുലേഴ്സ് ഐറ്റംസ് ഏതൊക്കെ വെച്ചെങ്കിൽ അത് എഴുതാൻ പ്രീവിയസ് ഇയറിനൊരു കോളം, കറണ്ട് ഇയറിനൊരു കോളം, പിന്നെ ഡിഫറൻസ് എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ അത്, പിന്നെ നമുക്ക് എന്താ എഴുതാനുള്ളത് പെർസെൻറ്റേജ് ആണ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് എഴുതാം ഫിക്സഡ് അസറ്റ്. ആദ്യം നമ്മൾ എഴുതുന്നത് ഫിക്സഡ് അസറ്റ് ആണ്. നമ്മൾ ആദ്യം എഴുതുന്നത് ഫിക്സഡ് അസറ്റിന്റെ ഷോർട്ട് ആയിട്ടാണ് എഴുതുന്നുള്ളൂ. സ്ഥലപരിമിതി മൂലമാണ് ഫിക്സഡ് അസറ്റ് എഴുതി. ആദ്യത്തെ ഐറ്റം പ്രിമൈസസ് ആണ്. പ്രിമൈസസ് ലെസ് ഡിപ്രീസിയേഷൻ. അതിന് നമുക്ക് തന്നിരിക്കുന്നത് 300ഉം 285 ആണ് തന്നിരിക്കുന്നത് അല്ലെ. പ്രീവിയസ് ആണ്. നമ്മൾ കോളംസ് എഴുതിയില്ല. പർട്ടിക്കുലേഴ്സ്, പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ഓർ ഡിക്രീസ്,
increase or decrease. എഴുതാട്ടോ, increase or decrease. Next one, percentage of increase or decrease. Percentage of increase or decrease. ഇങ്ങനെയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ 300 200 നമുക്ക് അറിയാവുന്നതാണ്. പ്രീവിയസ് ഇയർ എഴുതി, കറണ്ട് ഇയർ എഴുതി അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ചിഹ്നം ഇടണം കേട്ടോ. ചിഹ്നം ശ്രദ്ധിക്കുക. കറണ്ട് ഇയർ ആണ് നമ്മുടെ ബേസ്. കറണ്ട് ഇയർ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. മൈനസും പ്ലസും ഒക്കെ എഴുതുന്നത് കേട്ടോ. അപ്പോ ഇതല്ലേ ചെറുത് വരുന്നത് ഇവിടെ. അപ്പോ 285 ആണ് ഇവിടെ 300 അല്ലെ. അപ്പോ നമ്മളിവിടെ 300 മൈനസ് 280 ഇവിടെ വരുമ്പോ 285 നിന്ന് കറണ്ട് ഇയറിൽ നിന്ന് വേണം മൈനസ് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? കറണ്ട് ഇയറിൽ നിന്നാണ് മൈനസ് ചെയ്യുക. അപ്പൊ 285 ആണ് കറണ്ട് ഇയർ ഉള്ളത്. അപ്പൊ 285 മൈനസ് 300 എന്ന് പറയുമ്പോ മൈനസ് 15. മനസ്സിലാവുന്നുണ്ടോ? എന്നാ മൈനസ് ചെയ്യേണ്ടത് കറണ്ട് ഇയറിൽ നിന്ന് കേട്ടോ. 285 മൈനസ് 300 ആണ് വരുന്നത്. സംശയം വരികയാണെങ്കിൽ 285 മൈനസ് 300 അപ്പൊ എത്ര വന്നു? മൈനസ് 15. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഒരുവിധം പേരൊക്കെ പ്ലസ് 2 പഠിച്ചിട്ടുണ്ടാവുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഇനി അതിന്റെ പെർസെന്റേജ് കാണാം. പെർസെന്റേജ് കാണുമ്പോൾ നമുക്ക് എത്രയോടെ ഡിഫറൻസ് വന്നത് ഒരെണ്ണം ഞാൻ ചെയ്ത് കാണിക്കാം. ബാക്കി നിങ്ങൾ ചെയ്താൽ മതി. 15 ഡിവൈഡഡ് ബൈ നമ്മുടെ ബേസ് ഇയർ ആണ് അടിയിൽ എഴുതുക. 300 into 100 അത്രേ ഉള്ളൂ. അപ്പൊ എന്താ ഡിഫറൻസ്? 50. 15 എഴുതി. അത് ബൈ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ into 100. അപ്പൊ എത്ര വന്നു? 5. അപ്പൊ ഉത്തരം വന്നത് എത്രയാണ്? 5 ആണ് വരിക കേട്ടോ. ചിഹ്നം -5. ക്ലിയർ ആയി? ഇതേമാതിരി തന്നെ എല്ലാം ചെയ്യുക. അത്രേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ഇതേമാതിരി നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകും. അപ്പൊ പ്രിമൈസസ് 300 ഇതിപ്പോ നമ്മൾ ഏത് കുറയ്ക്കണം എന്നുള്ളതാണ്. 285 നിന്ന് 300 കുറക്കണം കേട്ടോ. അപ്പൊ -5 കിട്ടി. നെക്സ്റ്റ് ഐറ്റം എഴുതിക്കോളൂ. പ്ലാന്റ് ആൻഡ് മെഷീനറി. നെക്സ്റ്റ് ഐറ്റം പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞ 200 250. അപ്പൊ 250 മൈനസ് 200 50 അവിടെ ചിഹ്നം പ്ലസ് ആണ് വരിക. പ്ലസ് 50. പെർസെന്റേജ് കാണുമ്പോ എന്താ ചെയ്യണത്? 50 ബൈ 300. 50 ഒരെണ്ണം ചെയ്യാം. 50 ബൈ 300 അല്ല, ഇവിടെ 200 ആണ് കേട്ടോ. സോറി. 50 by 200 into 100. 25% plus 25. Next പറയാനുള്ളത് ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്. ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത് 75ഉം 60 ആണ് വരുന്നത് അല്ലെ. അപ്പൊ 60 മൈനസ് 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -15. ഇനി അതിന്റെ പെർസെന്റേജ് നിങ്ങൾ കാണുക. 15 ഡിവൈഡഡ് ബൈ 75 into 100 ആണ് വരിക. അപ്പൊ -20 ആണ് വരിക കേട്ടോ. -20. അപ്പൊ ടോട്ടൽ ഫിക്സഡ് അസെറ്റ് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ഇവിടെ കാണുമ്പോൾ ഒന്നുകൂടി നോക്കാം. നമുക്ക് എത്ര? 15 അല്ലേ വരുന്നത്. 15 ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ 75 into 100 അല്ലേ. അപ്പം 75 എത്ര വരിക ഇവിടെ? 15 3 75 അല്ലേ. അല്ല 3 അല്ല വരിക. 15 5 75. 5 20. അങ്ങനെയാണ് അവിടെ 20 കിട്ടുന്നത് കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇതിന്റെ ടോട്ടൽ കാണുകയാണ് ചെയ്യുന്നത്. എന്റെ ടോട്ടൽ വരുമ്പോ 575 595. അപ്പൊ ഇതിലെ ഡിഫറൻസ് എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ 20 ആണ് വരിക. ഇവിടെ +20 വന്നു. അപ്പൊ ഇവിടെ പെർസെന്റേജ് കാണാം. 20 ഡിവൈഡഡ് ബൈ 575 into 100 കാണണം. അപ്പൊ നമുക്ക് കിട്ടുക +3.48 വരും. +3.48 ആണ് വരിക. നെക്സ്റ്റ് വൺ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ആണ് വരിക. ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് പറയാനുള്ളത് ഏതൊക്കെ? 150
120. അപ്പോൾ 120 മൈനസ് 150 -30. അപ്പോൾ ഇവിടെ -20% കാണുമ്പോൾ 30 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100. അപ്പോൾ എത്ര വന്നു? -20 വരും. അത് കഴിഞ്ഞു. ഇത്രയും മനസ്സിലായി വിചാരിക്കും. നെക്സ്റ്റ് വൺ കറണ്ട് അസെറ്റ്സ്. ഇനി നമുക്ക് കറണ്ട് അസെറ്റ് ആണ് ഉള്ളത്. പ്രത്യേകത കേട്ടോ. ശ്രദ്ധിക്കുക. കറണ്ട് അസെറ്റിൽ ആദ്യം സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 200. അപ്പൊ ഡിഫറൻസ് ഒന്നും വരുന്നില്ല, ഇവിടെയും ഒന്നും വരുന്നില്ല. നെക്സ്റ്റ് വൺ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 160, 120. അപ്പൊ അത് എത്രയായി? 160, 120 പറഞ്ഞാൽ -40 വരും. ഡിഫറൻസ് പെർസെന്റേജ് കാണുമ്പോൾ -25. നെക്സ്റ്റ് ക്യാഷ് 25, 30. അപ്പൊ ഇവിടെ കൂടുതലാണ് വന്നിരിക്കുന്നത്. അപ്പൊ പ്ലസ് ആണ് വരിക. +5 +20. 5 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു 100. മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്യാഷ് കഴിഞ്ഞു. അപ്പൊ ടോട്ടൽ കറണ്ട് അസെറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് നേരത്തെ മാതിരി തന്നെ നമ്മൾ ചെയ്യുക. 385, 350. ഇനി അതിന്റെ ഡിഫറൻസ് കാണാം. -35 -9. അങ്ങനെയാണ് വരിക കേട്ടോ. ഇനി ടോട്ടൽ അസെറ്റ്സ്. നെക്സ്റ്റ് ടോട്ടൽ അസെറ്റ്സ് എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെ. ടോട്ടൽ അസെറ്റ് എന്ന് പറയുന്നത് 1110, 1065. ഇതിന്റെയും ഡിഫറൻസ് കാണുക കേട്ടോ. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് കാണുക. ഡിഫറൻസ് കാണുമ്പോൾ -45 വരും. എന്നിട്ട് ഈ 45 വെച്ചിട്ട് നമ്മൾ പെർസെന്റേജ് കാണുക. അപ്പോ 4 വരുന്നത്. അപ്പോ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇപ്പൊ നമ്മുടെ അസെറ്റ് സൈഡാണ് കഴിഞ്ഞു. അസെറ്റ് സൈഡാണ് അപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മള് ലാബിലിറ്റി സൈഡിലോട്ട് പോവാം. ഇത് മാറ്റിയാണ് ശ്രദ്ധിക്കുക. അസെറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ലാബിലിറ്റി ഐറ്റംസ് ആണ് ഇതേമാതിരി ചെയ്യുകയാണ് വേണ്ടത്. ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് വൺ 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 100 ആണ് തന്നിരിക്കുന്നത്. 100 ആണ് ഇതിലും. അപ്പൊ നമുക്ക് ഒന്നും കാണാനില്ല, ഈക്വൽ ആണ്. നെക്സ്റ്റ് ഐറ്റം തന്നിരിക്കുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 300, 330 അല്ലെ. 330 - 300 30 വന്നു. അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 10 ആണ് വരിക. അങ്ങനെ 30/300 ഇൻറ്റു 100. 30 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 100 ആണ് വരിക. അപ്പൊ എത്ര വന്നു? 10 വന്നു. നെക്സ്റ്റ് വൺ റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് 150, 175. അപ്പോൾ 150 പ്ലസ് 25 വരും. ഡിഫറൻസ് 25 ഡിവൈഡഡ് ബൈ 150 ഇൻറ്റു 100 പ്ലസ് 16.67. 16.67 ആണ് വരിക. അപ്പൊ ടോട്ടൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞത് ടോട്ടൽ ചെയ്യാം അല്ലെ. അപ്പൊ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 550, 605. ഇനി നമ്മൾ ഇവ തമ്മിലുള്ള ഡിഫറൻസ് കാണുക അല്ലെ. ഇവ തമ്മിലുള്ള ഡിഫറൻസ് കാണുമ്പോൾ +55,
പെർസെൻറ്റേജ് 55 ഡിവൈഡഡ് ബൈ 550 ഇൻറ്റു 100. അപ്പോൾ 10 പ്ലസ് 10. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി സെക്യൂർഡ് ലോൺ, ഇനി അടുത്ത ഡിബെഞ്ചേഴ്സ് ആണ് അടുത്ത കാറ്റഗറിയിൽ വരുന്നത്. സെക്യൂർഡ് ലോണിൽ വരുന്നത് ഡിബെഞ്ചേഴ്സ്. സെക്യൂർഡ് ലോൺ ആണ്. അതിൽ 8% ഡിബെഞ്ചേഴ്സ്, 8% ഡിബെഞ്ചേഴ്സ് ആണ് വരുന്നത്. ആ ഡിബെഞ്ചേഴ്സ് എന്ത് ചെയ്ത് 200, 150. അപ്പൊ ഇവിടെ ഡിഫറൻസ് വരുന്നത് എത്രയാണ്? 50 ആണ് വരുന്നത്. അപ്പൊ -50% കാണുമ്പോൾ -25. ഇനി കറന്റ് ലാബിലിറ്റീസ്. നെക്സ്റ്റ് വൺ കറന്റ് ലാബിലിറ്റീസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ കറന്റ് ലാബിലിറ്റീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വൺ സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ആദ്യം എഴുതാനുള്ളത് എത്രയാണ്? 180, 198. അപ്പോ പ്ലസ് 18 വരും. അപ്പൊ ഇവിടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10 ആണ് വരിക. നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 2. ഇതിൽ 2 ആണ്, ഇതിലും 2 ആണ്. അപ്പൊ ഒന്നും വരില്ല അല്ലെ, രണ്ടിലും ഈക്വൽ ആവുമ്പോൾ അതൊന്നും വരില്ല. നെക്സ്റ്റ് വൺ ടാക്സ് പേയബിൾ. ടാക്സ് പേയബിൾ, ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് 60, 48. 60യും 48ഉം ആണ് വരുന്നത്. അപ്പൊ 16, 48ഉം വരുമ്പോൾ ഡിഫറൻസ് മൈനസ് വരും. ചെറുതല്ലേ, അപ്പൊ മൈനസ് വരും. -12 പെർസെൻറ്റേജ് -20. നെക്സ്റ്റ് വൺ ബാങ്ക് ഓഡി, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓഡി എന്ന് പറയുന്നത് 118, 62. അപ്പം നമ്മളിവിടെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ശ്രദ്ധിക്കുക. 118, 62. അപ്പം ഇവിടെ സെക്കൻഡ് ഇയറിൽ വളരെയധികം കുറവാണ്. അപ്പൊ മൈനസ് ഫിഗർ വരും. അപ്പൊ എത്ര ഇവിടെ മൈനസ് ഫിഗർ വരും? -56. അപ്പോ -47.46 കേട്ടോ. -47.46 ഇങ്ങനെയാണ് വരിക. അപ്പോ ഇവിടെ നമ്മൾ ആദ്യം ടോട്ടൽ കറന്റ് ലാബിലിറ്റി. ഇനി നമ്മളിവിടെ ടോട്ടൽ കറന്റ് ലാബിലിറ്റിയുടെ ടോട്ടലാണ് എഴുതുന്നത്. ടോട്ടൽ കറന്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 360, 310. അപ്പൊ ഇവിടെ ഡിഫറൻസ് എത്ര വരും? -50. അതിന്റെ പെർസെൻറ്റേജ് കാണാം -13.9. -13.9 എന്നുള്ളതാണ് വരും കേട്ടോ. ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ടോട്ടൽ ലാബിലിറ്റീസ് ഷെയർ ക്യാപിറ്റൽ കൂട്ടുന്നില്ല, ബാക്കിയുള്ളത് കേട്ടോ. എത്രയും നമ്മളിവിടെ നേരത്തെ വന്ന് കിടക്കണ 200ഉം 360ഉം കൂടി കൂട്ടുമ്പോ 560. പിന്നെ 310ഉം 150ഉം കൂടി കൂട്ടുമ്പോ 460. അപ്പോ എത്രത്തോളം ഡിഫറൻസ് വന്നു? -100. അപ്പൊ പെർസെൻറ്റേജ് കാണാൻ 100 ഡിവൈഡഡ് ബൈ 560 ഇൻറ്റു 100 അല്ലേ. അപ്പൊ -17.86. ഇനി നെക്സ്റ്റ് വൺ ടോട്ടൽ ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസ്. ടോട്ടൽ കാണാം കേട്ടോ. ടോട്ടൽ ക്യാപിറ്റൽ കാണുമ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും കൂടി കൂട്ടുക. ടോട്ടൽ ക്യാപിറ്റൽ ആൻഡ് ലാബിലിറ്റീസ് പറഞ്ഞിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും കൂടി നമ്മൾ കൂട്ടണം. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്കറിയാവുന്നതാണ് ബാലൻസ് ഷീറ്റിന്റെ ടോട്ടൽ 1110, 1065. അപ്പം അതിന്റെ പെർസെൻറ്റേജ് തമ്മിലുള്ള ഡിഫറൻസ് കാണാം -45ഉം -4. ഇങ്ങനെയാണ് നമ്മൾ കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റിന്റെ കണക്ക് ചെയ്യുന്നത്. സിമ്പിൾ ആണ് അല്ലെ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം ചെയ്താൽ മതി. ഒന്നുകൂടി വേണമെങ്കിൽ പറയാം, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. ആദ്യം പർട്ടിക്കുലർ കോളം, പിന്നെ പ്രീവിയസ് ഇയർ, കറന്റ് ഇയർ, പിന്നെ ഇൻക്രീസ് ഓർ ഡിക്രീസ്, പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇത്രയാണ് നമുക്കുള്ളത് അല്ലെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആ എമൗണ്ട്, ആദ്യത്തെ വർഷത്തെ എമൗണ്ട് എഴുതുന്നു. പിന്നെ കറണ്ട് ഇയർ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. കറണ്ട് ഇയറിൽ വലിയ സംഖ്യയാണെങ്കിൽ അത് മൈനസ് ഫിഗർ വരും, അല്ലെങ്കിൽ പ്ലസ് വരും കേട്ടോ. എന്നിട്ട് അതിന്റെ പെർസെൻറ്റേജ് കാണാം. ബേസ് ഇയർ ആണ് അടിയിൽ എപ്പോഴും എഴുതുക. ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ആണ് അടിയിൽ എപ്പോഴും എഴുതുക. ഇത്രയാണ് കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റ് ഉള്ളത് കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ നമുക്ക് കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളതാണ് കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് പറയാനുള്ളത്. അപ്പൊ കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് വിൽ ഷോ ദി ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഫോർ 2 പീരീഡ്. അപ്പൊ നമുക്കറിയാം ഇൻകം സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് എന്തിനു വേണ്ടിയാ? ടു അസർട്ടൈൻ ദി പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്.
അതേമാതിരി തന്നെ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദി ഇൻകം ഓഫ് 2 പീരിയഡ്സ് 2015ലെയും 2016ലെയുമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ 2 വർഷം നമുക്ക് എത്രത്തോളമാണ് ഇൻകം ഉണ്ടായിരിക്കുന്നത്, നമ്മൾ ബിസിനസ് നടത്തിയിട്ട് അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ഇതിനു വേണ്ടി ഓപ്പറേറ്റിംഗ് റിസൾട്ട്സ് ഫോർ 2 പീരിയഡ്സ് എമൗണ്ട് ആസ് വെൽ ആസ് പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ഫേം, എത്രത്തോളം ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് എത്രത്തോളം ഡിക്രീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇതിലൂടെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അപ്പൊ ഞാൻ സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, ഈ കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത് പറയുന്നത് കേട്ടോ. അപ്പൊ വാട്ട് ഈസ് മെന്റ് ബൈ കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദി പ്രോഫിറ്റ് ഓഫ് ദി ഇൻകം ഓഫ് ദ ബിസിനസ് ഇൻ 2 പീരിയഡ്സ്. 2 പീരിയഡ്സിലെയാണ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും. അല്ലാതെ നമ്മൾ ഈ സോൾ ട്രേഡിംഗ് കൺസേൺ ആണ് ഫൈനൽ അക്കൗണ്ട് വരയ്ക്കുന്നത് 1 വർഷത്തേക്ക് ചെയ്യുന്നത്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസുകളൊക്കെ 2 വർഷത്തേക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ 2 വർഷത്തേക്കായിട്ട് ചെയ്യുമ്പോൾ ഇതിൽ എന്താണ് മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളമാണ് അതിൽ നിന്ന് നമുക്ക് ഇൻകം ഉണ്ടാകുന്നത്, അത് കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട്. അപ്പൊ 2015നെ അപേക്ഷിച്ച് 2016ൽ എത്രത്തോളമാണ് ലാഭം ഉണ്ടായത്, എത്രത്തോളം നമ്മുടെ ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അതാണ് ഇപ്പം നമ്മളിവിടെ പറഞ്ഞത്. ഇനി നോക്കാം, ആദ്യം നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. ഫസ്റ്റ് കോളം ഈസ് മെൻ ഫോർ ഷോയിങ് പർട്ടിക്കുലേഴ്സ്. ഫസ്റ്റ് കോളം മറ്റേത്തെ മാതിരി തന്നെ പർട്ടിക്കുലേഴ്സ് ആണ്. സെക്കൻഡ് കോളം ഫോർ ദി എമൗണ്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ. തേർഡ് കോളം എമൗണ്ട് ഓഫ് ദി കറണ്ട് ഇയർ, എത്രയാണ് കറണ്ട് ഇയർ വെച്ചെങ്കിൽ. ഫോർത്ത് കോളം ഇൻക്രീസ് ഓർ ഡിക്രീസ്, എത്രത്തോളമാണ് ഇൻക്രീസ് ഉണ്ടാവുന്നത് എത്രത്തോളമാണ് ഡിക്രീസ് ഉണ്ടാവുന്നത് വെച്ചെങ്കിൽ അത്. ലാസ്റ്റ് കോളം പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. അപ്പം ഫസ്റ്റ് കോളം എന്താണ് പർട്ടിക്കുലേഴ്സ്, സെക്കൻഡ് കോളം പ്രീവിയസ് ഇയർ, തേർഡ് കോളം കറണ്ട് ഇയർ, പിന്നെ ഫോർത്ത് കോളം ഇൻക്രീസ് എത്രത്തോളം ഡിക്രീസ് ഉണ്ടായിച്ചെങ്കിൽ ഫിഗേഴ്സിൽ എഴുതാൻ വേണ്ടിയിട്ട്, ലാസ്റ്റ് കോളം പെർസെന്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. ഒരു കണക്ക് എഴുതിയിട്ട് നമുക്ക് അതും കൂടി ചെയ്യാം. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും കൂടി ചെയ്യാം. From the following information, prepare from the following information prepare and the comparative income statement. Comparative income statement. Comparative income statement. അതിലെ നെറ്റ് പർട്ടിക്കുലേഴ്സ് ആദ്യം, പിന്നെ 2 വർഷങ്ങൾ 2015 2016 കേട്ടോ. പർട്ടിക്കുലേഴ്സ് ആദ്യം നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 350 420 350 420. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് 240 300. ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് 330 36. നെക്സ്റ്റ് സെല്ലിംഗ് എക്സ്പെൻസ് 20 30. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ.
ഇതിൽ നിന്ന് നമ്മളുടെ കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നെറ്റ് സെയിൽസ് ഫണ്ട് 350 420, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 240 300, ഓഫീസ് എക്സ്പെൻസ് 30 36, സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 20 30. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കോളംസ് വരയ്ക്കാം, ശ്രദ്ധിക്കാം. ഇനി നമ്മൾ അതിൽ എഴുതേണ്ടത് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ഹെഡിങ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. രണ്ടായിരത്തി 2016 കേട്ടോ, അങ്ങനെയാണ് വരിക. അതില് ആദ്യം പർട്ടിക്കുലേഴ്സ് 2015 16, പിന്നെ എമൗണ്ട് increase or decrease, amount increase or decrease. ലാസ്റ്റ് കോളം percentage of increase or decrease. ആദ്യത്തെ എമൗണ്ടിൽ എത്രത്തോളം ഇൻക്രീസും ഡിക്രീസും ഉണ്ടായി എന്നും രണ്ടാമത്തെ പെർസെന്റേജിൽ എത്രത്തോളം ഇൻക്രീസും ഡിക്രീസും ഉണ്ടായി എന്നാണ് നമുക്ക് എഴുതുന്നത്. ഫസ്റ്റ് വൺ നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 350 420. നേരത്തെ ചെയ്ത മാതിരി തന്നെ യാതൊരു ഡിഫറൻറ്റും ഇല്ല. എത്രയാണ് വ്യത്യാസം വരുന്നത് എന്ന് കാണാം, 70 അല്ലെ. രണ്ടാമത്തെ വർഷം തന്നെയാണ്, കറണ്ട് ഇയർ ആണ്, നമ്മൾ നോക്കിയിട്ടാണ് മൈനസ് ചെയ്യേണ്ടത്. അപ്പൊ 420 ആണ് വലുത്, പ്ലസ് ആണ് വരിക, പ്ലസ് 70. അതിന്റെ പെർസെന്റേജ് 70/350 into 100. ബേസ് ഇയർ ആണ് അടിയിൽ വരിക കേട്ടോ. 70/350 into 100 പ്ലസ് 20%. Next one, cost of goods sold. Cost of goods sold. Cost of goods sold എന്ന് പറഞ്ഞിട്ട് 240 300. അപ്പോ നമുക്ക് വരും ഇവിടെ പ്ലസ് 60, അപ്പൊ ഇവിടെ 25. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് വന്നിട്ട് 110 GP. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് 110 120 120. ഇത് തമ്മിൽ കേട്ടോ, 20 110 തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരിക? 10 അല്ലേ വരുന്നത്, 10 അല്ലേ വരുന്നത്. അപ്പം എത്ര വന്നു? അപ്പൊ പ്ലസ് 10, അതിന്റെ പെർസെന്റേജ് കാണുമ്പോൾ 10/110 into 100. അപ്പൊ എത്ര വന്നു? പ്ലസ് 9.1. അങ്ങനെയാണ് വരുന്നത് കേട്ടോ, ശ്രദ്ധിക്കാം. ഇനി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അതില് ഓഫീസ് എക്സ്പെൻസ്. ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 30 36 വന്നു. അപ്പൊ 6 വന്നു. അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് പ്ലസ് 6 ആണ്. അപ്പൊ പ്ലസ് 20. നെക്സ്റ്റ് സെല്ലിംഗ് എക്സ്പെൻസ്. സെല്ലിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 20 30. അപ്പോ പ്ലസ് 10 വന്നു. അതിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് പ്ലസ് 50. ഇനി നമുക്ക് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 50 66. ഇനി നിങ്ങൾ ഇതിന്റെ ടോട്ടൽ അല്ല, അത് തമ്മിൽ നോക്കിയിട്ട് കേട്ടോ. അപ്പൊ എത്രയാണ് വരുന്നത്? 16 തന്നെയാണ് അവിടെ വരുന്നത്. 16 പ്ലസ് 16. പെർസെന്റേജ് എന്ന് പറയുന്നത് പ്ലസ് 32. 16 ഡിവൈഡഡ് ബൈ 50 into 100. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തമ്മിൽ മൈനസ് ചെയ്യുക. അതായത് എക്സ്പെൻസ് അല്ലേ, ടോട്ടൽ എക്സ്പെൻസും ടോട്ടൽ ഇൻകം അല്ലേ വന്നിരിക്കുന്ന. മൈനസ് ചെയ്യുമ്പോൾ 50 മൈനസ് 110. 110 50 മൈനസ് ചെയ്താൽ 60 പ്രോഫിറ്റ്. ചെലവല്ലേ കുറവ്, ചെലവാണ് 50 വരുന്നത്, ചെലവ് കുറവാണ്. അപ്പൊ അത് കാരണം പ്രോഫിറ്റ് 60. ഇവിടെ എത്ര? ഈ വർഷം 54 ആണ് വരുന്നത്. എത്രയാണ്? 120 മൈനസ് 66 54. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ്. ഇവിടെ എങ്ങനെ വന്നു? -6 വന്നു. 54 രണ്ടാമത്തെ വർഷം, കറണ്ട് ഇയറിൽ ചെറുതാണ്. അപ്പൊ ഇത് മൈനസ് ചെയ്യുമ്പോൾ -6. പിന്നെ പെർസെന്റേജ് -10. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്തു? കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റും കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും ആണ് ചെയ്തത് അല്ലെ. അപ്പൊ കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റും കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും ചെയ്യുമ്പോൾ ഒന്നും കൂടി പറയാം. നിങ്ങളൊക്കെ പ്ലസ് ടുവിൽ പഠിച്ചതാണ്. ഒരുവിധം പേരൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞതാണ്. ഒരുവിധം പേർക്കൊക്കെ എല്ലാവർക്കും ഇത് ചെയ്യാൻ അറിയാം. എന്നാലും ഞാൻ ഒന്നും കൂടിയും പറയുകയാണ്, ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറില്ല. വളരെ സിമ്പിൾ അല്ലേ, അങ്ങനെ കാണാറില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ടോപ്പിക്കിലുള്ളതാണ്, എടുത്തു തരികയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ ഇത് ചെയ്തു നോക്കുക. വളരെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. നമ്മൾ ആദ്യം പർട്ടിക്കുലേഴ്സ് എഴുതുന്നു, പിന്നെ എല്ലാ ഐറ്റംസും അതിൽ എഴുതണം. എന്നിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ എഴുതാൻ ഒരു കോളം വരയ്ക്കുന്നു, കറണ്ട് ഇയർ എഴുതാൻ ഒരു കോളം വരയ്ക്കുന്നു. എന്നിട്ട് കറണ്ട് ഇയറിൽ നിന്ന് പ്രീവിയസ് ഇയർ കുറയ്ക്കുന്നു. പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക, മൈനസ് ഇട്ടു. അത് കഴിഞ്ഞ് നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ഇൻറ്റു 100. അപ്പൊ പെർസെന്റേജ് എടുക്കുന്നു. ഈ രണ്ട് മെത്തേഡ് തന്നെയാണ് കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റിനും കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റിനും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ രണ്ട് കണക്കും നല്ല രീതിയിൽ ചെയ്തു നോക്കുക. ഇനി നിങ്ങൾക്ക് കൂടുതൽ കണക്കുകൾ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അത് ചെയ്തു നോക്കുക കേട്ടോ. അപ്പൊ ഈ കണക്ക് മാത്രമാണ്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഈ കണക്ക് മാത്രം ചെയ്ത് മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ നോക്കുക. ശരി, ഓക്കെ.